ഹലോ! അങ്ങനെ സാന്ത്വനം 2-ാം ഭാഗത്തിൽ വീട്ടുകാരൊക്കെ കൂടി നമ്മുടെ ദേവമംഗലത്ത് മുട്ടൻ ചർച്ചയാണ്. അലോകിന് നേരെ കേസ് കൊടുക്കണം. ഗോമതി ഭയങ്കരായിട്ടാണ് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആരും കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ആനന്ദും ആകാശൊക്കെ പറയുന്നുണ്ട് ട്ടോ. എന്നാലും ഈ പൂജയുടെ കാര്യം നമ്മൾ വീട്ടുകാർക്ക് മാത്രമല്ല അറിയാൻ പാടുള്ളൂ. അവരെങ്ങനെ കൃഷ്ണമംഗലത്തുകാർ അറിഞ്ഞു എന്നിങ്ങനെ നോക്കുകയാണ്. അപ്പൊ നമ്മുടെ സുകന്യ നൈസായിട്ട് ഇങ്ങനെ പതറുന്നുണ്ടേ. ഈ പതർച്ച നമ്മുടെ ധർമ്മം കാണുന്നുണ്ട്. അപ്പൊ ധർമ്മൻ നമ്മുടെ സുകന്യയെ മുറി കേറ്റിയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. നീയല്ലേ അതിന് പിന്നിൽ എന്നും പറഞ്ഞിട്ട്. ഇവിടെ വേറെ ആരും കൃഷ്ണമംഗലത്തുകാരുമായിട്ട് കൂട്ടൊന്നുമില്ല എന്ന് പറയണം. അപ്പൊ തന്നെ സുകന്യ ആ കള്ളങ്ങാട് മറച്ചു വെക്കാൻ വേണ്ടി കുറെ ഒച്ചപ്പാടെടുക്കുകയാണ്. ആഹാ, നിങ്ങൾക്ക് എന്നെ സംശയമോ, നിങ്ങൾക്കുള്ള ഈ സംശയം മറ്റുള്ളവർക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെ എടുക്കുക. അപ്പൊ ധർമ്മൻ ഇത് പുറത്താരും കേൾക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡോറ് പോയി അടക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അലോകിന്റെ കാര്യത്തിൽ തീരുമാനമായി. നമ്മുടെ സുകന്യയുടെ കാര്യത്തിൽ എന്താകും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.